ഞങ്ങളിപ്പോൾ ഉള്ളത് മദീനയിൽ കഅബ് ഇബ്നു അഷ്റഫിൻ്റെ കോട്ടക്കരികിലാണ്. കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ പിറകിൽ കാണുന്നത്. കഅബ് ഇബ്നു അഷ്റഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ധാരാളം കാവ്യങ്ങൾ രചിച്ച ഒരു കവി കൂടിയായിരുന്നു കഅബ് ഇബ്നു അഷ്റഫ്. ബദർ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിൻ്റെ അരിശം തീർക്കാൻ കഅബ് ഇബ്നു അഷ്റഫ് ഇസ്ലാമിനെതിരെയും പ്രവാചകനെതിരെയും ധാരാളം കവിതകൾ എഴുതി അവർക്ക് ശത്രുക്കൾക്ക് പ്രോത്സാഹനവും ആവേശവും നൽകുകയുണ്ടായി. അത്തരം കവിതകൾ ഇസ്ലാമിന് ബുദ്ധിമുട്ടായപ്പോൾ, പ്രവാചക തിരുമേനിക്കും മദീനയിൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിനും തന്നെ പ്രശ്നമായപ്പോൾ ഗത്യന്തരമില്ലാതെ പ്രവാചകൻ 2 സ്വഹാബികളെ ഇവിടേക്ക് അയക്കുകയും കഅബ് ഇബ്നു അഷ്റഫിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ആ സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെച്ചാണ് കഅബ് ഇബ്നു അഷ്റഫിനെ കൊലപ്പെടുത്താൻ വേണ്ടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഇങ്ങോട്ട് അയച്ചത്. അപ്പോൾ ഈ കാണുന്ന കോട്ട എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചുകൂടി അതിനെ നവീകരിച്ചിട്ടുണ്ടാവാം. ഇല്ല, പഴയ അതിൻ്റെ അവശിഷ്ടങ്ങളാണിത്. എനിക്ക് തോന്നുന്നു ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തേക്ക് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതിനുള്ള ചിലപ്പോൾ ഒരുക്കങ്ങളായിരിക്കാം. അവിടെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. എല്ലാ ചരിത്ര സ്ഥലങ്ങളും അതിനെ പുനർനിർമ്മിക്കുന്ന പ്രവൃത്തിയിലാണ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖസർ കഅബ് ഇബ്നു അഷ്റഫ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിക്കാൻ അവസരമുണ്ടായിട്ടും പ്രവാചകനെതിരെ ശബ്ദിച്ച് പ്രവാചകനെതിരെ കാവ്യങ്ങൾ രചിച്ച് അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങിയവനാണ്. അവൻ്റെ കോട്ടയായിരുന്നു. ഈ കോട്ടയുടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് വീടുകളുടെ അവശിഷ്ടങ്ങളും ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ ആ കാലത്ത് ഏതെങ്കിലും ഗോത്രങ്ങളുടെ ആസ്ഥാനമായി